യേശു ജനങ്ങളെ അനുപ്പിവിടുകയിൽ നമ്മുടെ സീസറുകൾ പടവിലേറി നമുക്ക് മുന്നേ അക്കരയ്ക്ക് പോകുമ്പടി അവர்களை துரிதப்படுத்தினார். அவர் ஜனங்களை அனுப்பிவிட்ட பின்பு தனித்து ஜெபம் பண்ண ஒரு மலையின் மேல் ஏறி சாயங்காலமான போது அங்கே தனிமையா இருந்தார். அதற்குள்ளாக படு நடக்கடலிலே சேர்ந்து எதிர்காற்றா இருந்தபடியால் அலைகளினால் அலைவுபட்டது. இரவின் 4ஆம் ஜாமத்திலே இயேசு கடலின் மேல் நடந்து அவர்களிடத்தில் வந்தார். அவர் கடலின் மேல் நடக்கிறதை சீசர்கள் கண்டு கலக்கமடைந்து ஆவேசம் என்று சொல்லி பயத்தினால் அலறினார்கள். உடனே இயேசு அவர்களோட பேசி திடன் கொள்ளுங்கள், நான் தான், ഭയപ്പെടാതിരുங்கள். നിർത്തണമേ. കർത്താവ് പറഞ്ഞ മറുപടി ഇതാണ്: ഭയപ്പെടേണ്ട, ഞാനാകുന്നു. പേടിക്കേണ്ട, ആശ്വസിപ്പിക്കുന്ന കർത്താവ്, നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന കർത്താവ്. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മുടെ അടുത്ത് വന്നാൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, നമ്മളെ സാന്ത്വനപ്പെടുത്തുന്ന. അതെ, നിങ്ങൾ പേടിക്കണ്ട, ഞാനാകുന്നു, ഭയപ്പെടേണ്ട. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ 365 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് ഭയപ്പെടേണ്ട. ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കർത്താവ് പറയും, കുഞ്ഞെ നീ ഭയപ്പെടേണ്ട. ഓരോ ദിവസവും പറയും, മകനെ നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കണ്ട. ഇവിടെ നമ്മൾ വരച്ചത് അവർ ശിഷ്യന്മാർ ഒരു ഭൂതമാകുന്നുവെന്ന് കണ്ട് അവർ ഭയപ്പെട്ടെന്നാണ് വിളിക്കുന്നത്. അതെ, അവൻ പ്രാർത്ഥിപ്പാൻ കർത്താവ് മലയിലേക്ക് കടന്നു. അവളോട് വായിക്കുമ്പോൾ 22 അവരെ അക്കരയ്ക്കുണ്ട്. പകലത്തെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അന്നത്തെ പകലത്തെ ക്ഷീണമിത്തം നിങ്ങൾ പട കയറി അക്കരയ്ക്ക് നിങ്ങൾ കടന്നു പോയിക്കൂ, ഞാൻ തനിയെ പോയി അല്പസമയം ഞാൻ ദൈവസനിൽ പ്രാർത്ഥിച്ചിട്ട് മടങ്ങി വരാം എന്ന് പറഞ്ഞ് കർത്താവ് അവരെ നിർബന്ധിക്കുകയാണ് അക്കരയ്ക്ക് കടന്നു പോകാൻ. എന്ന് പറഞ്ഞാൽ അവരുടെ ക്ഷീണം, അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന സ്വർഗത്തിലെ ദൈവം. അവരെ അന്നത്തെ ക്ഷീണവും അധ്വാനവും ഒക്കെ കഴിഞ്ഞ് ദൈവത്തിന് വചനം പഠിക്കുമ്പോൾ അധ്വാനമൊക്കെ കഴിഞ്ഞ് കർത്താവ് അവരെ നിർബന്ധിക്കുന്നതാണ്. അതിൻ്റെ 22-ാം വാക്യം കർത്താവ് അവരെ നിർബന്ധിച്ചു, പറഞ്ഞയച്ചു. നിങ്ങൾ അക്കരയ്ക്ക് പോവിൻ എന്ന് കർത്താവ് അവരെ പറഞ്ഞ് നിർബന്ധിച്ചയച്ചു. പ്രാർത്ഥിപ്പാൻ കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കടന്നുപോയി. അപ്പൊ കർത്താവും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന പോലെ കർത്താവും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിർജ്ജന പ്രദേശത്ത് കടന്നുപോയി കർത്താവ് പ്രാർത്ഥിച്ചു, ആത്മാവിൽ കർത്താവ് പ്രാർത്ഥിച്ചു. എങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ: നാം അത്ഭുതപ്പെടേണ്ട, നാം ഭയപ്പെടേണ്ട. നമ്മുടെ കർത്താവ് തനിയെ പ്രാർത്ഥിപ്പാൻ അവൻ മലമേൽ കയറി. അതേ, കർത്താവ് പുരുഷാരത്തെ പറഞ്ഞയച്ചതിന് ശേഷം താൻ ഒറ്റയ്ക്ക് പ്രാർത്ഥിപ്പാൻ പലപ്പോഴും കടന്നുപോയതായി ദൈവത്തിന്റെ വചനം പറയുന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ മേൽ ഇറങ്ങുന്ന ദൈവരികലവലൗടാരികളെ ചന്തൽപ്പോഴ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നതിന്റെ ഇറങ്ങുന്ന ദൈവശക്തി ഇന്ന് രാത്രി അവരെ അക്കരയ്ക്ക് പറഞ്ഞയച്ച് പ്രാർത്ഥിപ്പാൻ യേശു തനിയെ മലയിലേക്ക് കടന്നുപോയി. ഇന്ന് പകലത്തെ അധ്വാനത്തിന് ശേഷം പ്രയാസങ്ങളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ അതിനെ അതിജീവിച്ച് ഈ തണുപ്പത്ത് അത് ഈ മഞ്ഞടിച്ച് ആ പ്രാർത്ഥിപ്പാൻ ഇവിടെ മുഴുകാൽ മടക്കിയിരിക്കുന്ന ദൈവത്തെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അടുക്കൽ വന്ന് കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വന്നാൽ കർത്താവ് നമ്മുടെ വിഷയം ഏറ്റെടുക്കുവാനിടയിൽ. അതെ, കർത്താവ് ഒരിക്കലും കടന്നു വന്ന നിരാശയോടെ മടക്കി അയക്കുന്ന സ്വർഗത്തിലെ ദൈവമല്ല. ദൈവത്തിന്റെ വചനത്തിൽ ഒരിക്കലും എനിക്ക് അസാധ്യമെന്ന ഒരു കാര്യം കർത്താവിനില്ല. കർത്താവ് അവിടെ കടന്നു വന്നു. അതേ, പ്രാർത്ഥിപ്പാൻ കർത്താവ് മലയിലേക്ക് കടന്നുപോയി. ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞയക്കാൻ അവിടെ ഇടയായിത്തുന്നു. എന്നാൽ അവർ കടന്നുപോയി. പിന്നത്തേതിൽ അവർ കടന്നുപോയി കഴിഞ്ഞപ്പോൾ കാറ്റ് അവർക്ക് പ്രതികൂലമായി ബാധിക്കാൻ അവിടെ ഇടയായിത്തുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്നുമുണ്ട്. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു ദിവസം പോലുമില്ല. ഒരു യഥാർത്ഥ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ അവൻ അഭിമുഖീകരിക്കണം. അല്ലാതെ നമ്മൾ കർത്താവിനെ പിൻപറ്റിയാൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസവുമില്ല. സുഖമായി നമുക്കങ്ങ് നിത്യതയിലെത്താം. ഒരിക്കലും സാധിക്കത്തില്ല. കർത്താവ് പഠിപ്പിക്കുക എന്താണെന്ന് വെച്ചാൽ, എന്നെ അനുഗമിക്കാൻ തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരികയാണ്. അപ്പൊ നമ്മുടെ ക്രൂശെടുത്ത് നമ്മുടെ പിന്നാലെ ചെല്ലാൻ പറഞ്ഞാൽ നമ്മളൊരു 10-50 കിലോ ഉള്ള കർത്താവ് കുറിച്ച് ചുമന്നുപോലെ ഒരു കുരിശി ഒന്നുകൊണ്ട് ചെല്ലാനല്ല. നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളും തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ കടന്നു വരിക. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം പ്രാപിക്കും. ചില നന്മ നാം പ്രാപിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ചില പ്രയാസങ്ങളോട് നമ്മൾ അനുഭവിച്ചെങ്കിൽ മാത്രമേ. എന്നും പ്രയാസങ്ങൾ, ഞാൻ ഓർപ്പിച്ചത് പ്രശ്നങ്ങൾ എന്നുമുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവുണ്ട്. ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. അതെ, കാറ്റ് അവർക്ക് പ്രതികൂലമായിട്ട് ബാധിച്ചു. അതെ, കടല് വളരെ പ്രയാസമായി
തിര ആഞ്ഞടിക്കുവാൻ അവിടെ നിലയെത്തുന്നു. അവർ യാത്ര ചെയ്ത പടകിലേക്ക് തിരമാല ആഞ്ഞടിച്ച് പടക് മുങ്ങുമാറായെന്നാണ് അവിടെ വായിക്കുന്നത്. അവർ പടക് മുങ്ങുമാറായി കഴിഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടവർ നിലവിളിക്കുവാനിടയെത്തുന്നു. ഭയപ്പെട്ടവർ നിലവിളിക്കുവാനിടയെത്തുന്നപ്പോൾ രാത്രിയുടെ 4-ാം യാമത്തിൽ, ഞാൻ ഇന്ന് രാത്രി ഞാനാണ് പ്രാരംഭമായിട്ട്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുക്കൽ വരും. 4-ാം യാമമായപ്പോൾ അരിമനാഥനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിലും കർത്താവ് അറിയാതെ ദൈവത്തിലെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവാണ് നമ്മളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടെങ്കിൽ ആ പറഞ്ഞു വിട്ടവന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ആ പറഞ്ഞു വിട്ടവന് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. കർത്താവരെ പറഞ്ഞു വിട്ടു, നിങ്ങൾ നിർബന്ധിച്ച് നിങ്ങൾ അക്കരയ്ക്ക് പോകുവിൻ പറഞ്ഞയച്ചിട്ട് കർത്താവ് പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി. അവരുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കർത്താവ് അവിടെ അടങ്ങിയിരുന്നില്ല. നേരത്തെ നാം പഠിക്കേണ്ട ഒരു വാക്യം, അവരുടെ പ്രതിസന്ധി ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അടങ്ങിയിരിക്കുന്ന ഒരു കർത്താവിനെ അല്ല നമ്മൾ പിൻപറ്റിയിരിക്കുന്ന. വിശുദ്ധ വചനം പറയുന്നു, രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്നു വന്നു. 4-ാമത്തെ യാമത്തിൽ കർത്താവ് കടലിന്മേൽ കടന്നു വന്നു. പക്ഷേ അത് തന്റെ ശിഷ്യന്മാർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അവർ ഒരു ഭൂതമെന്ന് നിരൂപിച്ചു. കാരണം രാത്രിയിൽ കടലിന്മേൽ നടന്നു വരുമെന്ന് അവർക്കൊരിക്കലും പ്രതീക്ഷയില്ല. നമ്മുടെ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താകുമ്പോഴാണ് കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതായത് തീർന്നു പോയി മുങ്ങി ഇപ്പോൾ മരിക്കുമെന്ന് പറയുന്ന സ്ഥാനത്ത് കർത്താവ് അവിടെ കടന്നു വരുവാൻ അവിടെ ഇടയായിത്തരും. പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പസ്തോല പ്രവർത്തന പുസ്തകം 27-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം, പ്രവൃത്തി 23-27 എന്ന് വായിച്ചാട്ടെ. அல்லேலூயா. ஸ்தோத்திரம் 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 ஸ்தோத்திரம். இந்த மனுஷனை யூதர் பிடித்து கொலை செய்ய போகிற சமயத்தில் நான் போர் சேவகரோடு கூட போய் 27-23 அல்லேலூயா. ஸ்தோத்திரம். 27:23. ஏனென்றால் என்னை ஆட்கொண்டவரும் நான் சேவிக்கிறவருமான தேவனுடைய தூதனானவன் இந்த ராத்திரியிலே என்னிடத்தில் வந்து பவுலே பயப்படாதே. മതി. ഇന്ന് രാത്രി അതാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ, ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലും പൗലോസിനോട് പറഞ്ഞു, പൗലോസെ നീ ഭയപ്പെടരുത്. പൗലോസ് കടലിന്റെ നടുക്ക് കിടക്കുക. കപ്പൽ ഛേദം വന്ന കടലിന്റെ നടുക്ക് പൗലോസ് കിടക്കുമ്പോഴും പൗലോസ് അവിടെ പറയുന്ന ഒരു വാക്ക്, മറ്റുള്ളവരൊക്കെയും തിന്നാതെയും കുടിക്കാതെയും അവരെ ദിവസങ്ങളായിട്ട് അവരുടെ ദേവന്മാരെ വിളിച്ചലറി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ പൗലോസ് പറയുന്ന വാക്കാണ്, നടുക്കടലിലും എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുത്ത് വന്നു. പൗലോസ് നീ ഭയപ്പെടേണ്ട. എങ്കിൽ ഇന്ന് രാത്രി വിളിക്കുന്ന ദൈവമക്കളെ ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഭയപ്പെടേണ്ട. മത്തായിയുടെ സുവിശേഷത്തിൽ ഞാൻ വായിച്ചത്, ഭയപ്പെടേണ്ട, ഞാനാകുന്നു, പേടിക്കേണ്ട. ഇവിടെ പൗലോസ് പറയുന്നു, ഈ രാത്രിയിൽ കർത്താവിന്റെ ദൂതൻ എന്റെ അടുക്കൽ വന്നു. പൗലോസിനെ അത് പറയാൻ കഴിയത്തുള്ളൂ, ബാക്കി ആർക്കും അത് പറയാൻ കഴിഞ്ഞില്ല. പൗലോസ് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പൗലോസ് പറഞ്ഞു, എന്റെ ഉടയവൻ, നമുക്കൊരു ഉദയവനുണ്ട്, നമുക്കൊരു ഉത്തരവാദിത്തക്കാരനുണ്ട്. ഉത്തരവാദിത്തം ഏറ്റത് സ്വർഗത്തിലെ ദൈവമാണ്. അതാണ് ആ കർത്താവ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ആ പൗലോസ് പറയുന്നു, നടുക്കടലിൽ എന്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. പൗലോസേ നീ ഭയപ്പെടേണ്ട, പൗലോസേ ഞാനാകുന്നു, നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട. ഇന്ന് രാത്രി സാന്ത്വനപ്പെടുത്തുന്ന യേശു, നമ്മെ ആശ്വസിപ്പിക്കുന്ന യേശു, മെഡിക്കൽ കോളേജിലായിരിക്കുന്ന ആ വിഷയത്തിന്റെ മധ്യത്തിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന യേശു. അങ്ങനെ നീ ഭയപ്പെടേണ്ട, അങ്ങനെ നീ ഭയപ്പെടേണ്ട, ഞാനാകുന്നു. രാത്രിയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഇവിടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നു, അവർ പടക് മുങ്ങുമാറാകി. അവർ ചിന്തിച്ചു, ഇപ്പോൾ അവർ ഈ ആഴിയുടെ അടിത്തട്ടിലേക്ക് പോകുന്ന ശിഷ്യന്മാർ ചിന്തിച്ചു. പക്ഷെങ്കിൽ 4-ാം യാമത്തിൽ അരിമനാഥൻ കടലിന്മേൽ നടന്നു വന്നു. പക്ഷെ അവർക്ക് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ പ്രവൃത്തി പലപ്പോഴും ദൈവമക്കളെ നമുക്ക് വിശ്വസിപ്പാൻ കഴിയത്തില്ല. നമ്മുടെ പ്രതീക്ഷ അസ്തമിച്ചു കഴിയുമ്പോൾ, നമ്മുടെ പ്രതീക്ഷ തീർന്നു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതം അവസാനിച്ചെന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ കർത്താവ് ലാസ്റ്റ് പോയിന്റിൽ കർത്താവ് ഇങ്ങോട്ട് വരും. കുഞ്ഞ നീ സമാധാനപ്പെട്, എന്നാ നീ പിടിച്ചു, ശമ്പളം ലഭിക്കാതെ നിനക്ക് യാതൊരു തരത്തിൽ മുന്നോട്ടോ പറ്റാതെ വരുമ്പോൾ, നീ സകലരുടെ അടുത്ത് ചോദിച്ച് നിനക്ക് ലഭിക്കാതെ വരുമ്പോൾ, ചോദിക്കുന്നല്ല, നിനക്ക് സകല നിന്റെ പ്രത്യാശ അവസാനിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിലെ തമ്പുരാൻ ഇന്നാ കുഞ്ഞെ നീ നാളെ അയച്ചു, നീ നാളെ അയച്ചു, ഈ രോഗം വന്ന് ഇപ്പോൾ നീ തീർന്നു പോകും നീ ചിന്തിക്കുന്ന സ്ഥാനത്ത്
സ്വർഗത്തിലധികം നിന്റെ മേൽ കരം വയ്ക്കും. രാത്രിയിൽ നിന്റെ സകല പ്രതീക്ഷയും അസ്തമിച്ചു കഴിയുമ്പോൾ, നിന്റെ സകല പ്രതീക്ഷയും അവസാനിച്ചു കഴിയുമ്പോൾ, ഇതിനോട് മുന്നോട്ട് കടന്നു പോകാൻ നിവൃത്തിയില്ലെന്ന് ചിന്തിച്ച് അതേ സകലത് എഴുതി തള്ളുന്ന സ്ഥാനത്ത് പല പ്രിയപ്പെട്ടവർക്കും നാളെ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വിടുമെന്ന് പറയുമ്പോൾ തലേ രാത്രിയിലാണ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു വരുന്നത്.